ഇന്നത്തെ നമ്മുടെ ഹെൽത്തി കിച്ചണിൽ യെല്ലോ കുക്കിങ്ങിൽ കോണായിരുന്നു താരം. അപ്പോൾ നിങ്ങൾക്ക് കോണിനെ പറ്റി കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സ് ഞാൻ പറഞ്ഞുതരാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ വളരെ മനോഹരമായ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു നല്ല സാലഡാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. കുട്ടികൾ ചോറ് കഴിക്കുന്നില്ല, ചപ്പാത്തി കഴിക്കുന്നില്ല, എന്താ ചെയ്യുക, ഇനി എന്താ കൊടുക്കുക കുട്ടിക്ക്? ഇതാണ് മിക്ക പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യം. അപ്പോൾ പേടിക്കാനേ ഇല്ല. ഈ കോണിൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. ഇപ്പം നമ്മൾ ഒരു 100 ഗ്രാംസ് കോണ് കഴിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 350 കാലറീസ് ഉണ്ട് അതിൽ. അതായത് ഒരു 2 കപ്പ് ചോറ് കഴിക്കുന്നതിന് കണക്കാണ്. അപ്പോൾ ഇനി ചോറ് കഴിക്കുന്നില്ലെങ്കിലും കോണ് കഴിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ട എനർജി അതിൽ നിന്ന് കിട്ടും. പിന്നെ രണ്ടാമതായിട്ട് അതിൽ വളരെ ഹൈ ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. ഒരു 100 ഗ്രാംസ് ഓഫ് കോൺ കഴിക്കുകയാണെങ്കിൽ ഒരു ഡേക്ക് വേണ്ടതിൻ്റെ ഒരു 18% ഫൈബർ ഈ കോണിൽ നിന്ന് കിട്ടും. കോണിൽ ഫൈബറും കാർബോഹൈഡ്രേറ്റും മാത്രമല്ല, വൈറ്റമിൻസിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസമില്ല. വളരെ ഹൈ ലെവൽ ഓഫ് വൈറ്റമിൻ കണ്ടൻറ്റുള്ള ഒരു വെജിറ്റബിളാണ് കോൺ. ഇനി വൈറ്റമിൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് വൈറ്റമിൻ B1, B5, B6 ഈ 3 മെയിൻ വൈറ്റമിൻസാണ് ഉള്ളത്. കോണിൻ്റെ യെല്ലോ കളറ് കാരണം അതിലുള്ള ആൻറ്റി ഓക്സിഡൻസ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻസിൻ്റെ പേര് ല്യൂട്ടീൻ, സിയാസാന്തിൻ ആൻഡ് പാന്തോതെനിക് ആസിഡ്. പാന്തോതെനിക് ആസിഡാണ് വൈറ്റമിൻ B5. അപ്പോൾ വൈറ്റമിൻ B1 നമ്മുടെ ബോഡിയിലുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് മെറ്റബോളിസത്തിന് വളരെയധികം സഹായിക്കും. വൈറ്റമിൻ B5 ആണെങ്കിൽ നമ്മുടെ നെർവ് ഫങ്ഷൻ എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ B6ൻ്റെ ഡെഫിഷ്യൻസി കാരണം ചില കുട്ടികളിൽ പെലാഗ്ര എന്ന് പറഞ്ഞൊരു ഡിസീസ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പെലാഗ്ര എന്ന് പറയുമ്പോൾ ദിസ് ഈസ് കോൾഡ് ഡിസീസസ് ഓഫ് ദ 3 Ds, അതായത് ഡയറിയ, ഡെമെൻഷ്യ ആൻഡ് ഡെമറ്റൈറ്റിസ്. അതായത് ഈ 3 പ്രോബ്ലംസുമാണ് ഈ വൈറ്റമിൻ B6 ഡെഫിഷ്യൻസി കാരണം കണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മക്കൾക്ക് കോൺ കൊടുക്കാം. അത് കഴിച്ചാൽ മതി, ചോറും ചപ്പാത്തിയുടെയും നിർബന്ധമില്ല.